മെഴുകുതിരി വെളിച്ചത്തിൽ രേവതിയുടെ ഭംഗി ആസ്വദിക്കുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് ഫേസ് പാക്ക് ഇട്ട് ഇരുട്ടത്ത് അടുക്കളയിൽ നിന്നും ഇറങ്ങി വരുന്ന ചന്ദ്രമതിയെ കണ്ട് സച്ചിയും രേവതിയും പേടിച്ചു പോകുന്നു. ശേഷം ചന്ദ്രമതിയാണെന്ന് അറിയുന്നതോടെ സച്ചിക്കും രേവതിക്കും ചിരി വരുന്നു. തുടർന്ന് അവിടെ എത്തുന്ന സുധിയും ചന്ദ്രമതിയെ കണ്ട് പേടിച്ചു പോകുന്നു. ഇതേസമയം മറ്റുള്ളവരും അവിടെ എത്തുകയും എല്ലാവരും ചേർന്ന് ചന്ദ്രമതിയെ കളിയാക്കുകയും ചെയ്യുന്നു. ശേഷം സച്ചി പോയി കറണ്ട് ശരിയാക്കുകയും ആരോ സ്വിച്ച് ഓൺ ആക്കിയും ഓഫാക്കിയും കളിച്ചതുകൊണ്ട് ട്രിപ്പായി പോയതാണെന്നും പറയുന്നു. ഇത് കേട്ട് വർഷയും ശ്രീകാന്തും അവിടെ നിന്നും മുങ്ങുന്നു. പിന്നീട് മുറിയിലെത്തുന്ന ശ്രീകാന്തും വർഷയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടാക്കുന്നത് അവിടെ എത്തുന്ന ചന്ദ്രമതി കേൾക്കുന്നു. പിറ്റേ ദിവസം രാവിലെ പൂവെടുക്കാനായി മാർക്കറ്റിൽ പോകുന്ന സച്ചിയെയും രേവതിയെയും കാണിക്കുന്നു. തുടർന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നും ഞാൻ അപ്പുറത്ത് കൊണ്ട് ഇട്ടിട്ട് വരാമെന്നും ഇല്ലെങ്കിൽ പോലീസ് പെറ്റിയടിക്കുമെന്നും സച്ചി പറയുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാമെന്നും ഇവിടെ തന്നെ ഇട്ടാൽ മതിയെന്നും രേവതി പറയുന്നു. ഇത് കേട്ട് സച്ചി വണ്ടി അവിടെ ഇടുമ്പോൾ അവിടെ എത്തുന്ന പോലീസുകാരൻ വണ്ടി പാർക്ക് ചെയ്തതിന് സച്ചിയോട് ദേഷ്യപ്പെടുകയും പെറ്റിയടയ്ക്കാൻ പറയുകയും ചെയ്യുന്നു. ഇത് കണ്ടുവരുന്ന രേവതി പോലീസുകാരനെ വിരട്ടിയെങ്കിലും ഒന്നും നടക്കാതെ വരുന്നതോടെ രേവതി പണം കൊടുക്കുന്നു. തുടർന്ന് പോലീസുകാരൻ പോകുമ്പോൾ സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നു. പിന്നീട് പതിവ് പോലെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ ശ്രീകാന്തും വർഷയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. തുടർന്ന് ചന്ദ്രമതിയുടെ അടുത്തെത്തുന്ന രവീന്ദ്രനോട് ശ്രീകാന്തും വർഷയും തമ്മിലുള്ള വഴക്കിനെ പറ്റി പറയുമ്പോൾ അവർക്കിടയിലുള്ള പ്രശ്നം അവര് തീർത്തോളുമെന്നും നമ്മൾ അതിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ലെന്നും രവീന്ദ്രൻ പറയുന്നു. ഇതേസമയം അവിടെ എത്തുന്ന വർഷയോട് നിനക്കും ശ്രീകാന്തിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലെന്നും ആന്റി ചോദിച്ചൊരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്നും വർഷ പറയുന്നു. തുടർന്ന് അവിടെ എത്തുന്ന ശ്രീകാന്തിനോടും ചന്ദ്രമതി കാര്യം തിരക്കിയെങ്കിലും ഒന്നും പറയാതെ ശ്രീകാന്തും പുറത്തേക്ക് പോകുന്നു. തുടർന്ന് വർഷ ശ്രീകാന്തിന് ഉമ്മ കൊടുക്കുന്നത് കണ്ട് ചമ്മി നിൽക്കുന്ന ചന്ദ്രമതിയെയും രവീന്ദ്രനെയും കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.